പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ അങ്ങ് അതിശക്തമായിട്ട് ഇടപെടുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ ശുശ്രൂഷ, അതിനുള്ള ഒരു മനസ്സ്, അതിനെ പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ, വചനം എല്ലാം നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിച്ചുകൊണ്ട് അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ അഭിഷേകത്താലും കൃപയാലും ശക്തിയാലും ഞങ്ങളെല്ലാവരെയും നിറച്ചനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെയും ഇവിടെ കുടുംബങ്ങളെയും എല്ലാ നിയോഗങ്ങളെയും ഉന്നതമ്പുരാനെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയണം. നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ശുശ്രൂഷയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട്. ചിലക്കൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും യോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ കിട്ടിയിട്ടില്ല, എന്നാലും വിശ്വാസത്തോടെ പ്രത്യാശയോടെ പോകുമ്പോ ഒരു കാര്യം ഓർത്തോ, വീണ്ടും അച്ഛൻ പറയാ, പ്രാർത്ഥന ഒരു വിത്താണ്, അത് വിതയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങനെ വിതച്ചുകൊണ്ടേയിരിക്കും. വിതയ്ക്കുന്നവന് ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല, അവൻ കൊയ്യും, ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. അതുകൊണ്ട് ഇങ്ങനെ കൂടി നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് എന്നും ഒരു കുർബാനയും പോലും പ്രാർത്ഥിക്കാത്തതില്ല. അച്ഛൻ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനമാണ്. കർത്താവ് അരുളി ചെയ്തു, കൃമിയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. അത് പറഞ്ഞിട്ട്, കൃമിയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഒരു വാഗ്ദാനമാണ്. എന്താ പറയാ? കർത്താവാണ് ഇസ്രായേലിന്റെ രക്ഷകൻ. പരിശുദ്ധനായ കർത്താവാണ് ഇസ്രായേലിന്റെ രക്ഷകൻ. അതുകൊണ്ട് ഈ ഒരു വലിയൊരു വാഗ്ദാനം, ഈ വലിയൊരു എന്താ പറയാ ഉറപ്പിക്കല് കർത്താവ് തരാണ്. ഞാൻ നിന്നെ സഹായിക്കും. നീ കൃമിയായിരിക്കും. കൃമി നമുക്കറിയാം. കൃമി, നീ കൃമിയാ, നീ ഒന്നുമല്ല. എന്നാൽ കർത്താവ് നിന്നെ സഹായിക്കുമ്പോ നിന്നെ തോൽപ്പിക്കാനോ തകർക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ലാത്തത് കൊണ്ട് നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഈ ഒരു ബോധ്യം കർത്താവ് നമുക്ക് തരിക. നമുക്ക് നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചില മക്കൾ പറയും, എനിക്കൊന്നിനും കഴിവില്ല, എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വേദനിക്കുന്ന മക്കൾ കൃമികളെ പോലെ. എന്നാൽ കർത്താവ് പറയും, കൃമിയായ മോനെ, കൃമിയായ മോളെ, ഞാൻ നിന്നെ സഹായിക്കും. ആരാ പറയണേ? കർത്താവ്. അവനാരാണ്? ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഇസ്രായേലിന്റെ പരിശുദ്ധൻ, സർവശക്തനായ ദൈവം, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവം കൃമിയായ നിന്നെ സഹായിച്ചാൽ പിന്നെ നിന്റെ ജീവിതത്തില് വലിയ ഫലങ്ങളുണ്ടാകും. പഠനത്തില്, ജോലിയില്. ചിലർക്ക് ഇങ്ങനെ ഒന്നില്ലാന്ന് പറഞ്ഞ് പിന്നിലേക്ക് വലിയുന്നുണ്ട്. ആ മക്കളോടാ കർത്താവ് പറയുന്നത്, അങ്ങനെയുള്ളവരോടാ കർത്താവ് പറയുന്നത്, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്, ഞാൻ നിന്നെ കൈവിടില്ല. കർത്താവിന്റെ വാഗ്ദാനങ്ങൾ നിറയപ്പെട്ട അധ്യായമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം. ഇവിടെ പറഞ്ഞ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് ദൈവം. ഈ അധ്യായത്തിന് പലവട്ടം പറയുന്നുണ്ട്, കർത്താവ് നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ സംരക്ഷിക്കും. ഈ കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ്, മാറ്റമില്ലാത്ത കർത്താവാണ്. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഇടപെടുന്ന കർത്താവാണ്. നന്ദിയോടെ കർത്താവിലേക്ക് വിശ്വാസത്തോടെ പ്രത്യാശയോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളും, പഠനം, ജോലി, സാമ്പത്തിക മേഖല എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരണീശോയെ, അങ്ങയുടെ അരികിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോ ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, അങ്ങയോട് വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കുന്ന ആ വലിയ സ്നേഹത്തെയോർത്ത്, കരുണയെയോർത്ത്, സാന്നിധ്യത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. കുടുംബത്തെ, ജീവിത പങ്കാളിയെ, ഞങ്ങളെല്ലാ വ്യാപാരങ്ങളെയും എല്ലാ അവസ്ഥകളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾ പറഞ്ഞില്ലേ, കൃപയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമാണ് ഞങ്ങളെ സഹായിക്കുമെന്ന്. ഞങ്ങൾ വെറും കൃമികളാണ്, പാവപ്പെട്ടവരാണ്, കഴിവില്ലാത്തവരാണ്. എന്നിട്ടും ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ സർവാധിപനും സർവശക്തനുമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തില്, അവസ്ഥകളില്, വേദനകളില്, രോഗപീഠങ്ങളില്, ദാരിദ്ര്യത്തില്, കട്ടപ്പാടുകളില് ഈശോയെ അങ്ങയുടെ സഹായം ഉണ്ടാകട്ടെ. അങ്ങയുടെ സഹായം ഉണ്ടാകട്ടെ. ഞങ്ങളെ നയിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തില്, ജോലി മേഖലകളില്, ഇന്റർവ്യൂകളില്, പരീക്ഷകളില്, സ്വയം ഉപരിപഠന മേഖലകളിലൊക്കെ ഞങ്ങളുടെ മക്കളെ സഹായിക്കണം. താണിരിക്കുന്ന മക്കള്, പിന്നിലേക്ക് വലിയുന്ന മക്കള്, കഴിവില്ലെന്ന് പറഞ്ഞിരിക്കുന്ന മക്കള്, എനിക്കൊന്നിന് കഴിവില്ലെന്ന് പറയുന്ന മക്കള്, ആ മക്കള് ഈ വചനശക്തിയാൽ സഹായിക്കപ്പെടട്ടെ, ശക്തീകരിക്കപ്പെടട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, വിജയം വരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ധൈര്യം, ഈ ഒരു ശക്തി ഞങ്ങളുടെ മക്കൾ കൈവരിക്കുമാറാകട്ടെ. ഞങ്ങളും ഈ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. സർവാധിപനും സർവശക്തനും അത്യുന്നതനുമായ കർത്താവേ, ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും കുടുംബത്തിലും അവസ്ഥകളും ഇടപെടണമേ. മക്കളുടെയും നമ്മുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനും അനുഗ്രഹത്തിനും വേണ്ടി വലിയ ദാഹത്തോടെ സമയം പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ഈ വാഗ്ദാനത്തിന്റെ ശക്തി ഞങ്ങളിൽ നിറച്ചുകൊണ്ട് ആ സഹായം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി നമ്മുടെ മക്കൾക്കും നമുക്ക് വേണ്ടി സഹായത്തിനായിട്ട് ഈ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ സഹായം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അതുപോലെ സ്നേഹിക്കുന്ന കർത്താവെ, ഞങ്ങളത് കാണട്ടെ, അനുഭവിക്കട്ടെ. ആമേൻ.